ഹലോ, റഷീനയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ നമ്മുടെ ഒരു തകർപ്പൻ നോമ്പ് തുറയാണ് കേട്ടോ. തമ്പനയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോവറായ ഒരു സഹോദരി എനിക്ക് 1000 രൂപ അയച്ചു തന്നിട്ടോ. എന്നിട്ട് ഒരു നോമ്പ് തുറക്കാൻ ആ പൈസ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ല. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇന്ന് നല്ലപോലെ നോമ്പ് തുറക്കണം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇത് ഫൈക്കുട്ടന് വയ്യാതാവുന്നതിൻ്റെ തലേ ദിവസത്താണ് കേട്ടോ. ഇന്ന് അങ്ങനെ ജ്യൂസ് കാര്യങ്ങളെല്ലാം കഴിച്ച് അങ്ങനെ പിറ്റേ ദിവസം വയ്യാതാവുമായിരുന്നു കേട്ടോ. ആ വീഡിയോയ്ക്ക് മുമ്പുള്ള നോമ്പ് തുറയാണ്. എനിക്ക് എഡിറ്റിംഗ് ചെയ്തിട്ട് ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നെന്താ വേറൊന്നുമല്ല കേട്ടോ. അപ്പോൾ ചപ്പാത്തി അങ്ങനെയുള്ളതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് എന്തെങ്കിലും ആവാന്ന് പറഞ്ഞിട്ട് ഇക്ക പറഞ്ഞു. പിന്നെ വേണ്ട, എന്തിനാണ് നോമ്പും വെച്ചിട്ട് പുറത്തുനിന്ന് കഴിക്കണത്, ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പവും ചമ്മന്തി ചട്നി അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മുന്തിരി വാങ്ങിച്ച് മുന്തിരി ജ്യൂസാക്കാന്ന് പറഞ്ഞ് മുന്തിരി ജ്യൂസ് അടിക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ ടാങ്ക് വാങ്ങിച്ചു വെച്ചത് കലക്കിയിട്ടും തണ്ണിമത്തനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും മുന്തിരി വാങ്ങി മുന്തിരി ജ്യൂസാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുന്തിരി ജ്യൂസാക്കാണ്. അപ്പോൾ ഇതൊക്കെ കുടിച്ച് നല്ല കയറ്റി ഉണ്ടായിരുന്നു ഫൈമോൻ. തണുപ്പോടെയൊക്കെ ഐസ് ഒക്കെ നല്ലപോലെ കഴിച്ച് അങ്ങനെ ഫൈമോനിക്ക് അന്ന് രാത്രി തന്നെ അങ്ങനെ വയ്യാതാവുമായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തത്. ഇതെനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താ, നമ്മൾ അടുത്തതായിട്ട് ഇനിയിപ്പോൾ മുന്തിരി ജ്യൂസ് അരിച്ചൊക്കെ എടുക്കണം. അപ്പോൾ അൽഹംദുലില്ല എന്നോട് റിക്വസ്റ്റ് ചെയ്തു, ഈ പൈസ ഒരു ദിവസം നോമ്പ് തുറക്കാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തു. നമ്മൾ ജാതി മതം ഒന്നുമില്ല, മനുഷ്യന്മാർ പരസ്പരമുള്ള സ്നേഹമാണ് വലുത്. അതായത് യാതൊരു ബന്ധമല്ല, രക്തബന്ധമല്ല, കണ്ടു കേട്ട അറിവില്ല. ചെറിയ മിനിറ്റുകൾ മാത്രം ഞാൻ ഇൻസ്റ്റയിൽ ചെയ്യുന്ന വീഡിയോസിലൂടെ എന്നെ കണ്ട്, എൻ്റെ ഇക്കാനെ കണ്ട്, കുടുംബത്തിനെ കണ്ട്, ഞങ്ങളെ ഇഷ്ടപ്പെട്ട്, ഞങ്ങളെ സ്നേഹിച്ച്, ഞങ്ങളുടെ ഈ പ്രയാസത്തിൽ ഒരു ദിവസം അവരുടെ വക നോമ്പ് തുറക്കണം എന്നുള്ള അവരുടെ ഒരു ആഗ്രഹം. അപ്പോൾ പടച്ചോനെ അൽഹംദുലില്ലാ, നമ്മൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും പടച്ച റബ്ബ് തരും. പക്ഷെ ആ സമയത്ത് നമ്മളെ കൈപിടിക്കാനായിട്ടും നമുക്ക് ഇതുപോലുള്ള ഓരോ സഹായങ്ങളായിട്ടും ഓരോരുത്തരെ മുമ്പിൽ കൊണ്ട് വന്ന് നിർത്തുന്നത് അതും പടച്ച റബ്ബിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് അങ്ങനെയുള്ള അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ, നോമ്പ് തുറക്കണം. ആ പൈസ എടുത്തെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ പോയിട്ട് വാങ്ങിച്ച്, പിന്നെ ഇന്ന് ചമ്മന്തി കേട്ടോ. എൻ്റെ സ്പെഷ്യൽ എപ്പോഴും ഉണ്ടാവുമല്ലോ ചമ്മന്തി. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചമ്മന്തി വേണം. ഇഡ്ഡലി ആണെങ്കിലും ദോശ ആണെങ്കിലും അപ്പാണെങ്കിലും എനിക്കും എൻ്റെ ഫൈക്കുട്ടനിക്കും ചമ്മന്തി വേണം. അപ്പോൾ ചമ്മന്തി ഇല്ലാതെ ഉണ്ടാവില്ല ഇഡ്ഡലിയും ദോശയാണെങ്കിലും. പിന്നെ ഇൻസ്റ്റയിലാണ് തോന്നിട്ടോ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും തോന്നരുത് ഇതിന്റെ റെസിപ്പി പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതെന്താ, ചെറിയുള്ളി, വറ്റൽമുളക്, തക്കാളി എല്ലാം പാടെ ഇട്ടിട്ട് അതൊരു സ്പെഷ്യൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പൊ എനിക്ക് എന്തായാലും നിർബന്ധമാണ് ചമ്മന്തി, എൻ്റെ വൈക്കോട്ടന് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി. ഇക്കാക്ക് ചട്നി മതി എന്ന് പറഞ്ഞ് ചട്നി ഉണ്ടാക്കി. പിന്നെ കടലക്കറി മുട്ടക്കറി അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു, ഒക്കെ വേസ്റ്റ് ആവുകയാണ് കേട്ടോ. കാരണം കുട്ടികൾ സ്കൂളിലും പോവും, ഇക്ക നോമ്പുമാണ്, ഞാൻ പിന്നെ എത്രയെ കഴിക്കുക, അപ്പൊ അതൊന്നും വേണ്ട, ഇന്ന് ഇങ്ങനെ മതി എന്ന് പറഞ്ഞ് ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് കുട്ടികളെ കൊണ്ട് പുറത്ത് പോകണം. കുഞ്ഞു വെറുതെ ആഗ്രഹം പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫോണിൽ ഇങ്ങനെ അവർ ഓരോ വീഡിയോസ് കാണുന്നതല്ലേ, ഹോട്ടലിലൊക്കെ പോയിരുന്ന് നോമ്പ് തുറക്കണം, അതുപോലെ പുറമെ പോയിരുന്ന് നോമ്പ് തുറക്കണം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു ഇങ്ങനെ ഓരോ ആഗ്രഹം പറയും. നമുക്കും പോവമ്മ, അതുപോലെ നമുക്കും ഒരു ദിവസം പോവാ, എന്നിട്ട് വീഡിയോ ചെയ്യുക. അങ്ങനെയാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത്. അവർക്കറിയില്ലല്ലോ നമ്മുടെ സാഹചര്യങ്ങളും മിക്കവാറും അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാ, വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് അവരൊക്കെ പറയാം. അപ്പൊ ഇക്ക അറിഞ്ഞ എന്നാ നമുക്ക് പുറത്ത് പോവാ പറഞ്ഞു. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോ വേണ്ട, പുറത്തുനിന്ന് കഴിച്ച് വെറുതെ ഒരു ഇതാവണ്ട. ഇക്കാക്ക് നോമ്പലിക്കൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഇക്കാക്കൊരു ഗ്യാസ് ഇളകിയിട്ട് ഛർദിലൊക്കെ വരലുണ്ട്. അപ്പൊ നോമ്പ് പിടിക്കുമ്പോ എനിക്ക് അതൊരു ടെൻഷൻ തന്നെയാണ്, ഗ്യാസ് വരുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇക്ക കേൾക്കുന്നില്ല, ഇക്ക നോമ്പ് എടുക്കുക തന്നെ ചെയ്യാണ്. അപ്പം എന്താ, അപ്പമാണ് കേട്ടോ. അപ്പം ചെറുതായിട്ട്, അതായത് ഇന്നലെ ഞാൻ അതിൽ ചപ്പാത്തിയൊക്കെ ചുട്ടപ്പോൾ കല്ലിൽ അപ്പം ചെറുതായിട്ട് പിടിക്കാൻ തുടങ്ങി. നല്ല ബുദ്ധിമുട്ട്, 2-3-4 കേട് വന്നു. അപ്പോൾ അതിനെയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി. എന്നിട്ട് പിന്നെ കുറച്ച് പിന്നെ അങ്ങനെ ശരിയായി വരുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ പിന്നെ ഒരു മറന്നിട്ട് വെളിച്ചെണ്ണ ഇതാക്കിയപ്പോൾ കൂടുതൽ കിട്ടാതെയായി. പിന്നെ അതൊക്കെ അങ്ങനെ ഇതായിട്ട് അപ്പൊക്കെ എങ്ങനെയൊക്കെയോ ചുട്ടെടുത്തു. പിന്നെന്താ, പൊന്നൂസ് ഹാളൊക്കെ വൃത്തിയാക്കി തരും. എപ്പോഴും അവൾക്കുള്ള
പണിയാണ്. നോമ്പ് തുറക്കാൻ നേരമാകുമ്പോൾ ഹാള് വൃത്തിയാക്കും, ടേബിള് വൃത്തിയാക്കി തുടച്ച് നീറ്റാക്കി തരും. എനിക്ക് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് അവൾ അതൊക്കെ ചെയ്തു തരും. ഞാൻ എപ്പോഴും പറയില്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുക. കുട്ടികളല്ലേ ഫോണിലൊക്കെ കാണുമ്പോൾ അതുപോലെ സാധനങ്ങൾ ഉണ്ടാക്കുക, എല്ലാം ഇങ്ങനെ വെക്കുക, അതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ അൽഹംദുലില്ലാ എല്ലാം കൂടെ അയക്കണു. ഇതാ എല്ലാം എടുത്ത് ടേബിളിലേക്ക് മാറ്റാന്ന് പറഞ്ഞിട്ട് അടുക്കള നീറ്റാക്കണമല്ലോ. അപ്പം എല്ലാം അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയ സ്പെഷ്യൽ ഒരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ. അതും എൻ്റെ മക്കളുടെ ഇഷ്ടപ്രകാരമായിരുന്നു. അതൊക്കെ കഴിച്ചത് കൊണ്ടാണ് തോന്നുന്നു എൻ്റെ ഫൈക്കുട്ടിന് തൊണ്ടയിൽ അങ്ങനെ പെട്ടെന്ന് ഇൻഫെക്ഷൻ പോലെ വന്നത്. അതായത് വേറൊന്നുമല്ല, എല്ലാവരും അവർ പറയുന്നത് എല്ലാവരും ഓരോ ഷേക്ക് ഉണ്ടാക്കണു, ഓരോ വീഡിയോസ് കാണില്ലേ, റംസാൻ 1, 2 എന്ന് പറഞ്ഞിട്ട് ഫോണ് തുറന്നാൽ പിന്നെ മൊത്തം അങ്ങനെയല്ലേ. അപ്പോൾ അത് കണ്ട് കണ്ട് കുട്ടികൾക്ക് അതേപോലെ നമ്മളും ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് വരികയാണ് കേട്ടോ. അപ്പം ഷെയ്ക്ക് ഉണ്ടാക്കണു, ഓരോരുത്തർ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കണു എന്ന് പറഞ്ഞിട്ട് ഒരേ പരാതിയായിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും അൽഹംദുലില്ലാ നമുക്ക് ഇങ്ങനെ കിട്ടിയ പൈസയാണ്. അപ്പൊ അതെന്തായാലും നോമ്പ് തുറക്കാൻ എടുക്കണം എന്ന് അവർ പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകം പറയാണ്, എനിക്ക് ഈ പൈസ അയച്ചു തന്ന ആ സഹോദരി എൻ്റെ കൂടപ്പറപ്പിന് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ബർക്കത്തും അവർക്കും അവരുടെ കുടുംബത്തിനും ഭർത്താവ് റബ്ബ് കൊടുക്കട്ടെ. എന്നെയും എൻ്റെ മക്കളെയും ഇത്രയും അധികം സന്തോഷിപ്പിച്ച് അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കുക. എന്താണ് അങ്ങനെ സ്പെഷ്യൽ ഐറ്റം പറയണ്ടേ, ഫ്രൂട്ട് സാലഡ് ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. എനിക്കറിയും പോലെ തട്ടിക്കൂട്ടി ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി. ഇത് മുന്തിരി ജ്യൂസാണ്. മുന്തിരി ജ്യൂസിൽ തണുത്ത വെള്ളം വെക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ തണുത്ത വെള്ളം വെച്ച ഇക്ക നല്ല പോലെ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ വെള്ളം വെക്കുന്നില്ല, കട്ട മാത്രമേ വെക്കുള്ളൂ. ഇക്കാക്ക് സംസാരിക്കുമ്പോൾ ഇപ്പൊ തന്നെ നാക്കിന് അതുപോലെ ഇറക്കുമ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇക്ക തണുത്തതും കൂടെ കുടിച്ചാൽ ഇനി അതൊരു ഇഷ്യൂ ആവുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇക്കയുമായിട്ട് ഫൈറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കുപ്പിയിലൊന്നും വെള്ളമൊന്നും വെക്കുന്നില്ല ഫ്രിഡ്ജിൽ ഇക്കാക്ക്. അത് ഞാനിപ്പോൾ തണുത്ത് വെള്ളം ഒരു സൂത്രം ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ. അപ്പോഴേക്കും ഫൈക്കുട്ടന് ഇതാ നോമ്പ് തുറക്കാൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ മേലൊക്കെ കഴുകി ഡ്രസ്സ് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇക്ക ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ആ മുന്തിരി ജ്യൂസിൽ തീരെ തണുപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ തണുപ്പില്ലാതെ രസമില്ല പറഞ്ഞിട്ട് ഐസ് കട്ടയൊക്കെ ഇട്ടു. അതൊക്കെ എൻ്റെ വൈമോ നല്ല അടിച്ചു വിട്ടു. അങ്ങനെ വൈമോ എനിക്ക് തൊണ്ടയിൽ ഇൻഫെക്ഷനും ആയി. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിനിയാണ് ഇത്, സ്പെഷ്യല് ചമ്മന്തിയാണ്, പിന്നെ ഇത് അപ്പം ചുട്ട് വെച്ചതാണ്. പിന്നെ ഇന്ന് എണ്ണക്കടി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയില്ല, എണ്ണക്കടി പുറമെ പോയി വാങ്ങിയിട്ട് വന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോൾ എണ്ണക്കടി അങ്ങനെ ഇനി ഉണ്ടാക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് എണ്ണക്കടി അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നു. ഇതാണ് വൈമോൻ കുടിക്കുന്ന ആസ്വദിച്ച് ഫ്രൂട്ട് സാലഡും ജ്യൂസും എല്ലാം ആസ്വദിച്ച് കുടിച്ചു. അന്ന് രാത്രി അങ്ങോട്ട് അങ്ങോട്ട് ഇൻഫെക്ഷൻ ആയി. എന്നാലും കുഴപ്പമില്ല, മരുന്നൊക്കെ കൊടുത്തപ്പോൾ സമാധാനം ഉണ്ട്. പിന്നെ ഈ ജ്യൂസ് കുടിച്ചതിന്റെ മാത്രമല്ല കേട്ടോ, എനിക്ക് ഇപ്പത്തെ ചൂടിന്റെ ആണെന്ന് പറഞ്ഞു. തക്കാളിപ്പനി പോലെ ശരീരം മൊത്തം കുനുകുന വന്നിട്ട് നല്ല ചൊറിച്ചല് അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. അപ്പൊ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ മാത്രമല്ല ഈ പനി അങ്ങനെ ഇപ്പൊ കുട്ടികളിൽ എല്ലാവിടെയും വരുന്നുണ്ട്. സ്കൂളിൽ നിന്ന് കിട്ടിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ അങ്ങനത്തെ പനിയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതാ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അവിടെ വെച്ചിരിക്കുന്നു, ഫ്രൂട്ട് സാലഡ്. അപ്പൊ അതിന് വേണ്ട അത്യാവശ്യം ഫ്രൂട്ട്സുകളെല്ലാം കുറച്ച് വാങ്ങിച്ചിട്ടോ. പിന്നെ ബൂസ്റ്റ്, പിന്നെ അതിലിടാൻ പാകത്തിൽ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ എൻ്റെ മക്കളുടെ ആഗ്രഹമായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ നമുക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് എന്തായാലും ഈ പൈസയും കൊണ്ട് അവരുടെ ആഗ്രഹം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. ഫ്രൂട്ട് സാലഡിന് വേണ്ട അത്യാവശ്യം ഫ്രൂട്ട്സുകൾ, ഐസ്ക്രീം, സാധനം എല്ലാം തന്നെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു സൂത്രം പറഞ്ഞില്ലേ ഇക്കാക്ക് തണുത്ത വെള്ളം കുടിക്കാതിരിക്കാൻ. അപ്പൊ ഇക്ക നോമ്പ് തുറക്കുന്ന ആ നേരത്ത് ഞാനൊരു കുഞ്ഞു തോണ്ടിയും കൊണ്ട് നമ്മുടെ കിണറ്റിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരും. അപ്പൊ വെള്ളം എടുത്തിട്ട് വരുമ്പോ നല്ല തണുപ്പുണ്ടാവും കേട്ടോ. നല്ല കുടിക്കാൻ നല്ല ഫ്രിഡ്ജ് വാട്ടറിനെക്കാളും നല്ല ബെറ്ററാണ്, നല്ല തണുപ്പുണ്ടാവും. അപ്പൊ ഇക്കാക്ക് ഞാൻ എന്തായാലും ഒരു തോണ്ടി വെള്ളം തിരക്ക, ഫ്രിഡ്ജ് വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതാണ് ചിരിച്ചിട്ട് വരുന്നത്. അങ്ങനെ ഫ്രിഡ്ജ് വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തോണ്ടി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നോമ്പ് പറഞ്ഞ ഇക്കാക്ക് നല്ല തണുപ്പോടെ വെള്ളം വേണം എന്ന് പറയുന്നത്. എൻ്റെ ടെൻഷൻ ഇനി എന്തെങ്കിലും തൊണ്ടയ്ക്ക് പ്രശ്നം വരുമോ എന്നുള്ള ടെൻഷൻ കാരണമാണ് ഞാനത് ഒഴിവാക്കി ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു കൊടുത്തു. അപ്പൊ ഇതൊക്കെ ഇഷ്ടത്തിന് കുടിച്ചോന്ന് പറഞ്ഞു, ഞാൻ വെച്ചിട്ട് ഇഷ്ടത്തിന് വേണ്ടതെടുത്ത് കുടിച്ചോന്ന് പറഞ്ഞു. അപ്പൊ ഇതാ നമ്മുടെ നോമ്പ് തുറക്കാൻ വിഭവങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പൊന്നൂസിനൊന്നും വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുണ്ടോ, പാൻ കൊടുക്കാനോ വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ലൊക്കെ ചിരിക്കുകയാണ്. അവർക്ക് ഇത്
കണ്ടിട്ട് അതാ ഫൈമോനെ അങ്ങോട്ട് വാങ്ങി എപ്പോഴാകുമ്പോ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്. ഫ്രൂട്ട് സാലഡ് കണ്ടിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഒപ്പിച്ച് എനിക്ക് അറിയും പോലെ ഉണ്ടാക്കി, പാലൊഴിച്ച് എല്ലാം പാടെ അറിയുന്ന പോലെ അങ്ങോട്ട് ഉണ്ടാക്കി. ഷെയ്ക്ക് ഉണ്ടാക്കാന്നായിരുന്നു വിചാരിച്ചത്. പപ്പായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഷെയ്ക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞ് പിക്ക വേണ്ട, കുട്ടികൾ ഇതല്ലേ പറയുന്നത്, അപ്പൊ ഇത് ഉണ്ടാക്കാം നമുക്കെന്ന് പറഞ്ഞു. അപ്പൊ അത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് കാണുക, വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കുക, വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ക്രൈറ്റീരിയ അതൊന്ന് കിടക്കണം എനിക്ക്, അതുകൊണ്ടാണ് മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോ വരുന്നത് വരെ